ഹലോ ഫ്രണ്ട്സ്, ജൂറിസ്പ്രുഡൻസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേഴ്സൺസിനെ പറ്റിയാണ്. പേഴ്സൺ എന്ന് പറഞ്ഞ വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള പേഴ്സോണയിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി പേഴ്സോണ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ വഹിച്ച പങ്കുകളെ സൂചിപ്പിക്കുന്നു. പിന്നീട് കാലക്രമേണ എന്തായി? ഈ വേർഡ് പേഴ്സോണ എന്ന് പറയുന്നത് ഏത് സെൻസിലാണ് ഉപയോഗിക്കുന്നത്? എ മാൻ ഹൂ പ്ലേഡ് ദ പാർട്ട്, ജീവിതത്തിൽ അവൻ വഹിച്ച ആ പാർട്ടിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി നിയമത്തിൻ്റെ കണ്ണിൽ ഒരു വ്യക്തി റൈറ്റ്സും ലയബിലിറ്റീസ് അല്ലെങ്കിൽ റൈറ്റ്സും ഡ്യൂട്ടീസും വഹിക്കാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തിനെയാണ് നമ്മൾ പേഴ്സൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പേഴ്സൺ എന്താണ്? നിയമത്തിൻ്റെ കണ്ണിൽ ഈ റൈറ്റ്സും ഡ്യൂട്ടീസും വഹിക്കാൻ കഴിവുള്ള വ്യക്തികളെ നമ്മൾ എന്ത് വിളിക്കുന്നു? പേഴ്സൺ എന്ന് വിളിക്കുന്നു. അങ്ങനെ റൈറ്റ്സും ഡ്യൂട്ടീസും വഹിക്കാൻ കേപ്പബിൾ ആയിട്ട് ഉള്ളവരല്ല എന്നുണ്ടെങ്കിൽ അവരെന്തല്ല? പേഴ്സൺ അല്ല. റൈറ്റ്സും ഡ്യൂട്ടീസും ഒരേപോലെ വഹിക്കാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ സുയി ജൂറിസ് എന്നാണ് വിളിക്കുന്നത്. സുയി ജൂറിസ് എന്ന് പറഞ്ഞാൽ ഫുൾ പേഴ്സൺ. ഇനി ഒരു വ്യക്തിക്ക് റൈറ്റ്സുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡ്യൂട്ടീസ് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ സെമി ജൂറിസ് എന്ന് വിളിക്കുന്നു, ഹാഫ് പേഴ്സൺ. മൈനർ എന്ന് പറഞ്ഞ വ്യക്തി സെമി ജൂറിസിൽ വരുന്നതാണ്. നിയമത്തിൻ്റെ കണ്ണുകളിൽ ഒരു നോൺ ഹ്യൂമൻ ബീയിങ്ങും ഒരു പേഴ്സണാണ്. ഓക്കെ, മനുഷ്യനല്ലാത്തവരും പേഴ്സണായിട്ട് വരുന്നു. ആ സാഹചര്യം എന്താണെന്ന് നോക്കാം. ലോയ് ഒരു റൈറ്റും പിന്നെ ഒബ്ലിഗേഷൻസും ഒരു നോൺ ഹ്യൂമൻ ബീയിങ്ങിൽ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലീഗൽ പേഴ്സൺ എന്ന് വിളിക്കുന്നു. കമ്പനി, ഇന്ത്യൻ പ്രസിഡൻറ്റ്, സ്റ്റേറ്റ് ഓഫ് കേരള, യൂണിയൻ ഓഫ് ഇന്ത്യ, ഇതെല്ലാം എന്താണ്? ലീഗൽ പേഴ്സൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇവരൊന്നും എന്തല്ല? ഹ്യൂമൻ ബീയിങ്സ് അല്ല. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ ഇവരൊക്കെ എന്താണ്? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ളൊരു നിലയിലാണ് കാണപ്പെടുന്നത്. ഇവർക്ക് റൈറ്റ്സും ഉണ്ട്, ഒബ്ലിഗേഷൻസും ഉണ്ട്. അതുകൊണ്ട് ഇവരെ എന്താണ് വിളിക്കുന്നത്? ലീഗൽ പേഴ്സൺ എന്നാണ് വിളിക്കുന്നത്. നിയമത്തിൻ്റെ കണ്ണുകളിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇൻ ഐ ഓഫ് ലോ പേഴ്സൺസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, നാച്ചുറൽ പേഴ്സൺസും ലീഗൽ പേഴ്സൺസും. നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരാണ്. അവരെന്താണ്? കേപ്പബിൾ ഓഫ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഇനി ലീഗൽ പേഴ്സൺസ് എന്ന് പറയുന്നത് നിയമം വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, എക്സാമ്പിളുകളാണ് കമ്പനീസ്, സൊസൈറ്റീസ്, അതുപോലെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും. ഇനി നിയമത്തിൽ ദെയർ ആർ പേഴ്സൺസ് ഹു ആർ നോട്ട് ഹ്യൂമൻ ബീങ്സ്. എന്തുണ്ട്? ഹ്യൂമൻ ബീങ്സ് അല്ലാത്ത പേഴ്സൺസ് നിയമത്തിലുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സ് ഹു ആർ നോട്ട് പേഴ്സൺസ്. ഹ്യൂമൻ ബീങ്സ് പേഴ്സൺസ് ആയിട്ട് വരാത്തവരും ഉണ്ട്. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ലോവർ ആനിമൽസ് അല്ലെങ്കിൽ ബീസ്റ്റിനെ പറ്റിയാണ്. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബീസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്മാരല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തികളല്ല. ബീസ്റ്റ് എന്ന് പറയുന്ന ആൾക്ക് അല്ലെങ്കിൽ ആനിമലാണ് ബീസ്റ്റിന് റൈറ്റും ഒബ്ലിഗേഷൻസും ഹോൾഡ് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, മൃഗത്തിന് റൈറ്റും ഒബ്ലിഗേഷൻസും ഒക്കെ എന്താണെന്നറിയാമോ? ഇല്ല. അപ്പോൾ അവരെന്താണ്? ഇത് ബീസ്റ്റുകൾ റൈറ്റും ഒബ്ലിഗേഷൻസും ഹോൾഡ് ചെയ്യുന്നതിൽ ഇൻകേപ്പബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ആനിമലിൻ്റെ റൈറ്റ് എന്ത് ചെയ്യുന്നില്ല? ആനിമലിൻ്റെ റൈറ്റ് അല്ല, ആനിമലിൻ്റെ ഇൻട്രസ്റ്റ് നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഒരു ആനിമലിന് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ വേണ്ടി കഴിയുന്നതല്ല. അതുപോലെ തന്നെ ഒരു ആനിമൽ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ അവിടെ ആനിമൽ ക്രൈം ചെയ്തതിന് ലയബിൾ ആകുന്നുമില്ല. ആനിമൽ ക്രൈം ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ആനിമലിനെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടിടാറുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ആനിമൽസ് ഇതുപോണക്ക് മനുഷ്യനെ കൊല്ലുന്നതിന് വേണ്ടി ആനിമൽസിനായിട്ടുള്ള പ്രത്യേക നിയമങ്ങളോ പണിഷ്മെൻറ്റുകളോ എവിടെയെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതേസമയം ആനിമലിനെ കൊല്ലരുത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന് ഒരു ഡ്യൂട്ടിയാണ്. ആനിമലിനെ കൊല്ലരുത് എന്നുള്ള കാര്യം മനുഷ്യൻ്റെ ഡ്യൂട്ടി ആയിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയുമാണ്. നിയമത്തിൻ്റെ കണ്ണിൽ ബീസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓഫ് റൈറ്റ് ആണ്, ഓണേഴ്സ് ഓഫ് റൈറ്റ് അല്ല. ഈ ആനിമൽസിന് വേണ്ടി അല്ലെങ്കിൽ ആനിമൽസിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയൊക്കെ ട്രസ്റ്റുകൾ തുടങ്ങാവുന്നതാണ്. അത് വാലിഡ് ആണ്. പിന്നെ പബ്ലിക് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് പ്രകാരം എൻഫോഴ്സിബിളുമാണ്. തെരുവ് നായ്ക്കൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ബ്രോക്കൺ ഡൗൺ ഹോഴ്സസിന് വേണ്ടിയൊക്കെയുള്ള ട്രസ്റ്റുകളുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റും അവരുടെ ട്രസ്റ്റുകളുടെ മെയിൻ്റനൻസ് ഒക്കെ വാലിഡാണ്. അടുത്തത് വരുന്നതാണ്
ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഡെഡ് പേഴ്സൺസ്. അപ്പോൾ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ലോവർ ആനിമൽസ് അല്ലെങ്കിൽ ബീസ്റ്റുകൾ മനസ്സിലായല്ലോ. ആനിമൽസിന് എന്തില്ല, ആനിമൽസ് ഇങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ ആനിമൽസിന് ഇന്ന റൈറ്റാണ്, ഇന്ന ഡ്യൂട്ടീസ് ആണെന്ന് ഒരു നിയമം വഴിയും പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആനിമൽസ് ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ ആനിമൽസിന് ഇന്ന പണിഷ്മെൻ്റാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നും എങ്ങും പറയുന്നില്ല. പക്ഷേ ആനിമൽസിനെ കൊല്ലരുത് എന്നുള്ളൊരു കാര്യം മനുഷ്യനിൽ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. ഇനി ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഡെഡ് പേഴ്സൺസ് നോക്കിക്കഴിഞ്ഞാൽ നിയമത്തിൻ്റെ കണ്ണുകളിൽ ഒരു മരിച്ച വ്യക്തി എന്തല്ല, ഒരു പേഴ്സൺ അല്ല. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എപ്പോഴാണ് വരുന്നത്, അവൻ ജനിക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ അവൻ ജനിക്കുന്നതോടുകൂടി അവൻ്റെ പേഴ്സണാലിറ്റി വരികയും അവൻ്റെ മരണത്തോടുകൂടി ആ പേഴ്സണാലിറ്റി ഇല്ലാതാകുകയും ചെയ്യുന്നു. ഡെഡ് പേഴ്സൺസിന് റൈറ്റ്സും ലയബിലിറ്റീസും ഇല്ല. എന്തുകൊണ്ടാണ് അവർക്ക് റൈറ്റ്സ് ഇല്ലാത്തത്? കാരണം ഈ മരിച്ച വ്യക്തികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു ഡെഡ് പേഴ്സണ് ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബെറിയൽ കിട്ടുക എന്നുള്ളത് അവൻ്റെ റൈറ്റാണ്. ഓക്കെ, മരിച്ച വ്യക്തിക്ക് എന്ത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്? ഡീസൻ്റ് ആയിട്ടുള്ളൊരു ശവസംസ്കാരം കിട്ടാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ ഈ അനാട്ടമിക്കൽ യൂസസിനൊക്കെ ബോഡി ഉപയോഗിക്കരുത് എന്നുള്ളൊരു രീതിയിലൊക്കെ ബോഡി സേവ് ചെയ്യാനുള്ളൊരു റൈറ്റുമുണ്ട്. ഇനി വില്ലുകൾ വരികയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡിസീസ്ഡ് പേഴ്സണിൻ്റെ വില്ല് എക്സിക്യൂട്ട് ചെയ്യുകയും എൻഫോഴ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ക്രിമിനൽ ലോ പ്രകാരം ഒരു ഡെഡ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഡെഡ് ബോഡിയെ അപകീർത്തിപ്പെടുത്തുന്നത് ഒഫൻസാണ്, അതിന് പണിഷ്മെൻറ്റുമുണ്ട്. ഒക്കെ എന്താണ് ഒരു ഡെഡ് പേഴ്സണിൻ്റെ റൈറ്റുകളാണ് പറഞ്ഞത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റൈറ്റ്സുകളൊന്നും ഒരു ഡെഡ് പേഴ്സണിൻ്റെ റൈറ്റ്സ് അല്ല. പിന്നെ ആരുടെയാണ്? ഈ ഡെഡ് പേഴ്സണിൻ്റെ റിലേഷനിലുള്ളവരുടെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളുടെയും സൊസൈറ്റിയുടെയൊക്കെ ഒരു റൈറ്റാണ് ഈ പറഞ്ഞതൊക്കെ. ഈ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് അൺബോൺ പേഴ്സൺ. ലോ റെക്കഗ്നൈസസ് എ ചൈൽഡ് ഇൻ ദ മദേഴ്സ് വൂംബ് ആസ് എ പേഴ്സൺ. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ഒരു ചൈൽഡിനെ ലോ എന്തായിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഒരു പേഴ്സൺ ആയിട്ടാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദർ ഈസ് നത്തിങ് ഇൻ ലോ ടു പ്രിവെൻറ്റ് എ മാൻ ഫ്രം ഓണിങ് പ്രോപ്പർട്ടി ബിഫോർ ഹീ ഈസ് ബോൺ. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിന് മുന്നേ, ഒരു മാൻ ജനിക്കുന്നതിന് മുന്നേ അവൻ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നതിൽ നിന്നും അവനെ നിയമം എന്ത് ചെയ്യുന്നില്ല? പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്താണ് ആ ഓണർഷിപ്പ് എന്ന് പറയുന്നത്? കണ്ടിജൻറ്റ് ഓണർഷിപ്പാണ്. ഇറ്റ് വിൽ ബിക്കം വെസ്റ്റഡ് ഓൺലി ഇഫ് ദ ചൈൽഡ് ഈസ് ബോൺ എലൈവ്. ആ ഒരു ചൈൽഡ് ജീവനോടെ ജനിച്ചെങ്കിൽ മാത്രം എന്താകുന്നു? ഈ പ്രോപ്പർട്ടി വെസ്റ്റഡ് പ്രോപ്പർട്ടി ആകുന്നു. അതുവരെ എന്താണ്? അതൊരു കണ്ടിജൻ്റ് ആയിട്ട് കിടക്കും. ജനിച്ചു കഴിഞ്ഞാലേ എന്താകുന്നുള്ളൂ? അത് വെസ്റ്റഡ് ആകുന്നുള്ളൂ. പ്രഗ്നൻറ്റ് വിമൻ കണ്ടംപ്റ്റ് ടു ഡെത്ത് വിൽ നോട്ട് ബി ഹാങ്ഡ് ടു ഡെത്ത് അണ്ടിൽ ദ ചൈൽഡ് ഈസ് ഡെലിവേർഡ്. ഇപ്പം ഒരു സ്ത്രീയെ എന്തോ ചെയ്തു? ശിക്ഷിച്ചു. അവർക്ക് തൂക്കിക്കൊല്ലാനുള്ള ഇതാണ് വന്നതെന്ന് വെക്കുക. അവരൊരു പ്രഗ്നൻറ്റ് വിമണാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഡെലിവറി നടക്കുന്നത് വരെ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? അവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ മദറിൻ്റെ വൂമ്പിലായിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി ഈ ചൈൽഡ് സസ്റ്റെയിൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചൈൽഡിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കോമ്പൻസേഷന് വേണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഒരു കുട്ടി ജീവനോടെ ജനിച്ചതിന് ശേഷം എന്തു പറ്റി? മരിച്ചു പോകുകയാണ്. അത് കാരണം എന്താണ്? അമ്മയുടെ വയറ്റിലിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിയത് കാരണമാണ് കുട്ടി ജനിച്ച ഉടനെ മരിച്ചു പോയതെന്ന് വെക്കുക. അതെന്ന് പറയുന്നത് മാൻസ്ലോണ്ടർ അല്ലെങ്കിൽ മർഡർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അവിടെ ഇഞ്ചുറി വരാൻ വേണ്ടി കാരണമായിരിക്കുന്നത് ആ വ്യക്തി എന്താണ്? ലയബിൾ ടു ബി പണിഷ്ഡ് ആണ്. അതുപോലെ അൺബോൺ പേഴ്സണിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് അതിന് പ്രൊപ്രൈറ്ററി റൈറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ റൈറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്? കണ്ടിജൻ്റ് ആയിട്ടുള്ള റൈറ്റുകളാണ്. കുട്ടി ജീവനോടെ അല്ല പുറത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലീഗൽ പേഴ്സണാലിറ്റി എല്ലാം എന്താകും? അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി പോസ്റ്റ്മസ് ചൈൽഡ് മേ ഇൻഹെറിറ്റ് ബട്ട് ഇഫ് ഹി ഡൈസ് ഇൻ ദ വൂംബ് ഓർ ഈസ് സ്റ്റിൽ ബോൺ ഹിസ് ഇൻഹെറിറ്റൻസ് ഫോൾസ് ടു ടേക്ക് ഇഫക്റ്റ് ആൻഡ് നോ വൺ ക്യാൻ ക്ലെയിം ത്രൂ ഹിം. പോസ്റ്റ്മസ് ചൈൽഡിന് ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. പക്ഷേ അത് മദറിൻ്റെ വൂമ്പിൽ വെച്ചിട്ട് മരിക്കുകയോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാതെയോ ആണ് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഇൻഹെറിറ്റൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി കഴിയത്തില്ല. ഇൻഹെറിറ്റൻസ് അവിടെ എന്താകുന്നു? ഫെയിലാകുന്നു. അതുപോലെ തന്നെ ഈ ചൈൽഡ് വഴി ആർക്കും ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയും കഴിയത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ചൈൽഡിൻ്റെ പേര് ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ചൈൽഡ് മരിച്ചു എന്നും പറഞ്ഞിട്ട് അത് മറ്റൊരാൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി
കഴിയില്ല. ഇത്രയുമാണ് ലീഗൽ സ്റ്റാറ്റസ് ഓഫ് അൺബോൺ പേഴ്സൺ. അപ്പോൾ അൺബോൺ പേഴ്സണെ എന്തായിട്ടാണ് ഒരു നോർമലി ഒരു പേഴ്സണെ കാണുന്നത് എങ്ങനെയാണോ അതേ രീതിയിലാണ് കാണാറുള്ളത്. ഇനി ലീഗൽ പേഴ്സൺസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലീഗൽ പേഴ്സൺ ക്രിയേറ്റ് ചെയ്തത് നിയമം വഴിയാണ്. ലീഗൽ പേഴ്സൺസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സണാലിറ്റി അവർക്ക് കൺഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിയമം വഴി. ലീഗൽ പേഴ്സൺസ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ക്രിയേച്ചേഴ്സ് ആണ്, നിയമത്തിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ക്രിയേച്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവരെന്താണ്? ദേ ലിവ് ഒൺലി ഇൻ ദ ഐസ് ഓഫ് ലോസ്. നിയമത്തിൻ്റെ കണ്ണിൽ മാത്രം ഇവർക്ക് എന്തുണ്ട്? ജീവനുണ്ട്. ലീഗൽ പേഴ്സൺസിന് മുകളിൽ ലോ എന്ത് ചെയ്യുന്നുണ്ട്? റൈറ്റും ഒബ്ലിഗേഷൻസും കൺഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോർപ്പറേഷൻസിനെയൊക്കെ ലീഗൽ പേഴ്സണായിട്ടാണ് കാണുന്നത്. ഇനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇതെല്ലാം എന്താണ്? ലീഗൽ പേഴ്സൺസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഈ കോർപ്പറേഷൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേഷൻ സോളും കോർപ്പറേഷൻ ആഗ്രഗേറ്റും. കോർപ്പറേഷൻ സോളിൽ വരുമ്പോൾ അവിടെ ഒരു സമയം ഒറ്റ മെമ്പറേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതിന് എക്സാമ്പിളാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് സ്റ്റേറ്റ്, ഇതൊക്കെ. ഇനി കോർപ്പറേഷൻ ആഗ്രഗേറ്റ് എന്ന് പറയുമ്പം അവിടെ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആയിരിക്കും. ഓക്കെ, നിയമത്തിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ നിയമത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്ന അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരെ എന്താണ്? നോൺ ബൈ എ സെപ്പറേറ്റ് നെയിം. ഇവരെ അറിയപ്പെടുന്നത് ഈ മെമ്പേഴ്സിൽ നിന്നുള്ളവരെ അറിയപ്പെടുന്നത് ഒരു സെപ്പറേറ്റ് നെയിമിലായിരിക്കും. ഇനി കോർപ്പറേഷൻ എന്ന് പറയുന്നത് നിയമത്തിൻ്റെ കണ്ണിൽ ഒരു പേഴ്സണായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ കോർപ്പറേഷന് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം സ്വന്തം നെയിമിൽ. അതുപോലെ തന്നെ സ്യൂ ചെയ്യാനും സ്യൂഡ് ആവാനുമുള്ള ബാധ്യതയുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഒരു ഒഫീഷ്യൽ സീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സിഗ്നേച്ചർ, കോമൺ നെയിം, പിന്നെ പെർപെച്യൂറ്റി ഓഫ് സക്സഷന്, കോമൺ സീല്, ഇതൊക്കെ എന്താണ്? ഒരു കോർപ്പറേഷൻ ആഗ്രഗേറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിലാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് രജിസ്റ്റേർഡ് ആണ് എന്നുണ്ടെങ്കിലൊക്കെ എന്താണ്? ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ഈ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് വഴി രജിസ്റ്റേർഡ് ആണ്. ഇതൊക്കെ എന്താണ്? കോർപ്പറേഷൻ ആഗ്രഗേറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഇതെല്ലാം എന്താണ്? ലീഗൽ പേഴ്സൺസുമാണ്. ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിയമത്തിലെ ഒരു ആർട്ടിഫിഷ്യൽ ക്രിയേഷനാണ്. നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് ആണ്. ലീഗൽ പേഴ്സൺസ് എന്ന് പറയുന്നത് എന്താണ്? ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആയിട്ടുള്ള കോർപ്പറേഷൻ ക്രിയേറ്റഡ് ബൈ ലോ ആണ്. പിന്നെ അതുപോലെ തന്നെ സർട്ടൺ ലീഗൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഹ്യൂമൻ ബീങ്സ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽ ആയിരിക്കാം, ഇമാജിനറി ആയിരിക്കാം. ഹൂ ഫോർ ദ പർപ്പസ് ഓഫ് ലീഗൽ റീസണിങ് ഈസ് ട്രീറ്റഡ് മോർ ഓർ ലെസ് ആസ് എ ഹ്യൂമൻ ബീങ്. ഓൾ ലീഗൽ പേഴ്സൺസ്, എല്ലാ ലീഗൽ പേഴ്സൺസ് എന്താണ്? ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ്. ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റീസിന് കുറച്ച് തിയറീസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഫിക്ഷൻ തിയറി. ആദ്യമായിട്ട് കൊണ്ടുവരുന്ന വോൺ സാവിഗ്നി, സാൽമണ്ട്, കോക്ക്, ബ്ലാക്ക് സ്റ്റോൺ, ഹോളണ്ട് ഒക്കെയാണ്. ഇനി ഈ തിയറി പ്രകാരം ഒരു കോർപ്പറേഷൻ്റെ പിന്നെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അതിലെ മെമ്പേഴ്സിൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്നും ഡിഫറൻ്റ് ആയിരിക്കും. സാവിഗ്നി റിഗാർഡ് ചെയ്തിരിക്കുന്ന കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്ക്ലൂസീവ് ക്രിയേഷൻ ഓഫ് ലോ ആണ്. ഓക്കെ, ഹാവിങ് നോ എക്സിസ്റ്റൻസ് apart from its individual members who form the corporate group or whose acts are attributed to the corporate entity. കോർപ്പറേറ്റ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത് ഹ്യൂമൻ ബീങ്സ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ആണെന്ന് വെക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെമ്പേഴ്സിന് ചേഞ്ചസ് ഉണ്ടായെന്നും പറഞ്ഞിട്ട് ആ കോർപ്പറേഷൻ്റെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല. ഇനി മെമ്പേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കാം ചിലപ്പം, പക്ഷെ അതൊന്നും എന്താണ്? കോർപ്പറേഷനെ ബാധിക്കുന്നതേ ആയിരിക്കത്തില്ല. ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയും ആ കോർപ്പറേഷൻ്റെ പേഴ്സണാലിറ്റിയും ഒരിക്കലും എന്തായിരിക്കത്തില്ല? ഒരേപോലെ ആയിരിക്കത്തേ ഇല്ല. ഒരു കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. കമ്പനി ചിലപ്പോൾ ഇൻസോൾവൻ്റ് ആകാം. ഇനിയിപ്പം മെമ്പേഴ്സ് റിച്ച് ആണെങ്കിൽ പോലും, ഒരു കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് റിച്ച് ആണെങ്കിൽ പോലും കമ്പനി എന്തായി പോകാം? ഇൻസോൾവൻ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഗ്രേ പറഞ്ഞിരിക്കുകയാണ് ഈ തിയറിയെ സപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഗ്രേ പറയുകയാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് കേപ്പബിൾ ഓഫ് തിങ്കിങ് ആണ്. ഹ്യൂമൻ ബീങ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ നോൺ ഹ്യൂമൻ ബീങ്സ് ആയിട്ടുള്ള ഈ കോർപ്പറേഷനും കാര്യങ്ങൾക്കും ഒക്കെ എന്തെങ്കിലും ഒരു വില്ല് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ ഉള്ള ഈ കപ്പാസിറ്റി ഓഫ് തിങ്കിങ്ങിൽ നിന്നുമാണ് ഈ പറഞ്ഞിട്ടുള്ള കമ്പനിക്ക് അല്ലെങ്കിൽ പിന്നെ കോർപ്പറേഷന് ഒരു ലീഗൽ പേഴ്സണാലിറ്റി കൊടുക്കുന്നത്. ഉൾഫ് പറഞ്ഞിരിക്കുകയാണ് ഈ തിയറിക്ക് 3 അഡ്വാൻറ്റേജസ് ആണുള്ളത്. അനലിറ്റിക്കൽ, മോർ ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഈസിയർ ടു ഡിസ്റിഗാർഡ് ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി വെർ ഇറ്റ് ഈസ് ഡിസൈറബിൾ.
അടുത്തതാണ് കൺസെഷൻ തിയറി. കൺസെഷൻ തിയറി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ സൊവേണിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സംസ്ഥാനമോ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ നിയമം റെക്കഗ്നൈസ് ചെയ്യുകയോ ചെയ്യുന്നതിനാൽ ഇവിടെ എന്ത് ചെയ്യുകയാണ്, ഇവിടെ പ്രീ സപ്പോസ് ചെയ്യുകയാണ് കോർപ്പറേഷൻ ഒരു ലീഗൽ പേഴ്സൺ എന്നുള്ളൊരു നിലയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, വളരെയധികം ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ എന്ന നിലയ്ക്ക് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിന് കാരണം എന്താണ്, ഇത് സ്റ്റേറ്റോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ നിയമമോ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഈ തിയറി പ്രകാരം ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിൻ്റെ കൺസെഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെ ക്രിയേഷനോ ആണ്. ഒരു സ്റ്റേറ്റിനുള്ളിൽ കോർപ്പറേഷന് നിയമപരമായ വ്യക്തിത്വമില്ലെന്ന് സ്റ്റേറ്റ് സമ്മതിച്ചതൊഴിച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് സിദ്ധാന്തം, ഏതൊക്കെ സിദ്ധാന്തങ്ങൾ, ഫിക്ഷൻ തിയറിയും കൺസെഷൻ തിയറിയും, ഈ രണ്ട് സിദ്ധാന്തങ്ങളും വാദിക്കുന്നതിനാൽ കൺസെഷൻ തിയറിയെ പലപ്പോഴും ഫിക്ഷൻ തിയറിയുടെ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ ഓഫ് സ്പ്രിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മനസ്സിലായോ? ഒരു സംസ്ഥാനത്തിനുള്ളിൽ കോർപ്പറേഷന് എന്താണ്, നിയമപരമായ വ്യക്തിത്വമില്ലെന്ന് സ്റ്റേറ്റ് സമ്മതിച്ചതൊഴിച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള രണ്ട് ഡോക്ട്രിൻസ് അല്ലെങ്കിൽ രണ്ട് തിയറീസും വാദിക്കുന്നത് എന്താണ്, കൺസെഷൻ സിദ്ധാന്തത്തെ പലപ്പോഴും എന്താണ്, ഫിക്ഷൻ തിയറിയുടെ അല്ലെങ്കിൽ ഫിക്ഷൻ സിദ്ധാന്തത്തിൻ്റെ പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ ഓഫ് സ്പ്രിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സാവിഗ്നി, ഡൈസെ, സാൽമണ്ട് ഇവരെല്ലാം ഈ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഫിക്ഷൻ തിയറിയിൽ പറയുന്നത് കോർപ്പറേഷൻ എന്നത് വെറും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പേര് മാത്രമാണ്. അതേസമയം ഈ കോർപ്പറേഷൻ എന്ന് പറയുന്നത് റിയൽ ആണോ എന്നത് ഈ പറഞ്ഞിട്ടുള്ള കൺസെഷൻ തിയറിക്കകത്ത് പരിഗണിക്കുന്നതുമില്ല. ഇവർ നോക്കുന്നത് എന്തിലും മാത്രമാണ്, ഉള്ളി ലുക്സ് അറ്റ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ്സ് ലീഗൽ പവർ കം ഫ്രം ദ സ്റ്റേറ്റ്. ഇവരുടെ ലീഗൽ പവർ സ്റ്റേറ്റിൽ നിന്നും ഉത്ഭവിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് ഇവർ നോക്കുന്നത്. ട്രൂ പേഴ്സണാലിറ്റി തിയറി അല്ലെങ്കിൽ റിയലിസ്റ്റ് സോഷ്യോളജിക്കൽ തിയറി എന്ന് പറയുന്നത് പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് അൽത്തൂസിയസ് ആണ്. ക്യാരിഡ് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് ഓട്ടോ വാൻ ജിയർക്കെയാണ്. ബിലീവ് ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കളക്റ്റീവ് ഗ്രൂപ്പുകൾക്കും ഒരു റിയൽ ആയിട്ടുള്ളൊരു മൈൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റിയൽ വില്ലും റിയൽ പവർ ഓഫ് ആക്ഷനും ഉണ്ടെന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് ഒരു റിയൽ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് വെദർ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ നോട്ട്. ഇവരെ എന്ത് നോക്കുന്നില്ല, ഒരു സ്റ്റേറ്റ് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നതിലുപരി ഇവർ വിശ്വസിച്ചിരുന്നത് കോർപ്പറേഷൻ എന്ന് പറയുന്നതിന് ഒരു റിയൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ്. ഇവർക്ക് വിശ്വസിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കോർപ്പറേഷൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് റിയൽ ആണ്, അതുപോലെ തന്നെ ഒരു ഫിക്ഷൻ്റെ അടിസ്ഥാനത്തിലല്ല കോർപ്പറേഷൻ ഇരിക്കുന്നത്. തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫിലോസഫിക്കൽ റിയാലിറ്റി ആണ്, ഒരു ഫിസിക്കൽ റിയാലിറ്റി അല്ലതാനും. പിന്നീട് പറയുന്നത് ലോയ്ക്ക് ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള പവറില്ല. ഓക്കെ, ഒരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ആർക്കില്ല, ലോയ്ക്കില്ല. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനം, ഒരു എൻറ്റിറ്റിയെ റെക്കഗ്നൈസ് ചെയ്യാനോ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാനോ ഉള്ള റൈറ്റ് ആർക്കുണ്ട്, ലോയ്ക്കുണ്ട്. കോർപ്പറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിയലിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോർപ്പറേഷൻ ഒരു സോഷ്യൽ ഓർഗാനിസമാണ്. ഇതിൽ ഹ്യൂമൻ ബീയിങ്ങിനെയാണ് അവിടെ ഫിസിക്കൽ ഓർഗാനിസം ആയിട്ട് കണക്കാക്കുന്നത്. ലോയേഴ്സ് ഇതിനെ അംഗീകരിച്ച് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും കൂടുതൽ സോഷ്യോളജിസ്റ്റുകളാണ് ഈ തിയറിയെ കൂടുതലും സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ലോയേഴ്സ് പിന്തുണയ്ക്കുന്നതിനേക്കാളും ആരാണ് ഇതിനെ പിന്തുണച്ചത്, സോഷ്യോളജിസ്റ്റുകളാണ്. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയുടെ റിയലിസം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് റിയലിസ്റ്റ് ആയിട്ടുള്ള ജൂറിസ്റ്റുകൾ കൂടുതലും ക്ലെയിം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഫിക്ഷൻ തിയറിക്ക് ഫിക്ഷൻ തിയറി ഫെയിൽഡ് ടു ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ഓഫ് ലോ വിത്ത് ദ സൊസൈറ്റി ഇൻ ജനറൽ. അപ്പോൾ സൊസൈറ്റിക്ക് ലോയുമായിട്ടുള്ള ബന്ധത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഫിക്ഷൻ തിയറിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് റിയലിസ്റ്റ് ജൂറിസ്റ്റുകൾ പറയുന്നു. ഫിക്ഷൻ തിയറിയുടെ മെയിൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ പോരായ്മ എന്ന് പറയുന്നത് റിയലിസ്റ്റ് ജൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു,
എന്തായിരുന്നു? ഇഗ്നോറൻസ് ഓഫ് സോഷ്യോളജിക്കൽ ഫാക്ട്സ് ഇവോൾവ്ഡ് അറൗണ്ട് ദ ലോ മേക്കിംഗ് പ്രോസസ്സ്. ലോ മേക്കിംഗ് പ്രോസസ്സിൽ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള സോഷ്യോളജിക്കൽ ഫാക്റ്റുകളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെയാണ് അവർ മുന്നോട്ട് ഈ ഫിക്ഷൻ തിയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഫിക്ഷൻ തിയറിയുടെ മെയിൻ എന്താണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു പോരായ്മയായിട്ട് കണക്കാക്കുന്നത്. ദി ബ്രാക്കറ്റ് തിയറി ഓർ ദ സിംബോളിസ്റ്റിക് തിയറി. ഈ തിയറി പ്രൊപ്പൗണ്ട് ചെയ്തിരിക്കുന്നത് റുഡോൾഫ് റിറ്റർ വോൺ ജെറിങ് ആണ്. ഇനി അക്കോർഡിംഗ് ടു ഐറിങ് ദ കോൺസെപ്ഷൻ ഓഫ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഈസ് എസെൻഷ്യൽ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഈ പറഞ്ഞിട്ടുള്ള കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എസെൻഷ്യൽ ആണ്. അതുപോലെ തന്നെ എന്താണ് ഈസ് മിയർലി ആൻ എക്കണോമിക് ഡിവൈസ് ബൈ വിച്ച് വി ക്യാൻ സിംപ്ലിഫൈ ദ ടാസ്ക് ഓഫ് കോർഡിനേറ്റിംഗ് ലീഗൽ റിലേഷൻസ്. ലീഗൽ റിലേഷൻ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ടാസ്കിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്കണോമിക് ഡിവൈസ് കൂടിയാണ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. വെൻ നെസസറി, ആവശ്യമായിട്ട് വരുമ്പോൾ അതിനെ എന്തായിട്ട് എംഫസൈസ് ചെയ്യാൻ വേണ്ടി പറ്റും? ദ ലോ ഷുഡ് ലുക്ക് ബിഹൈൻഡ് ദ എൻറ്റിറ്റി ടു ഡിസ്കവർ ദ റിയൽ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. ഈ പറഞ്ഞിട്ടുള്ള അഫയേഴ്സിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം കാണുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്യുന്നതിന് വേണ്ടി നിയമം എങ്ങോട്ട് നോക്കും? ലുക്ക് ബിഹൈൻഡ് ദ എൻറ്റിറ്റിയിലേക്ക് നോക്കുന്നതായിരിക്കും. ഇറ്റ് ഈസ് ഓൾസോ സിമിലർ ടു ദ കോൺസെപ്റ്റ് ഓഫ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. കോർപ്പറേറ്റ് വെയിൽ എന്താണെന്ന്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കമ്പനി ലോയിൽ പഠിക്കുക. അപ്പോൾ ഈ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റുമായിട്ട് സിമിലറായിട്ടുള്ളൊരു തിയറിയാണ് ഈ ബ്രാക്കറ്റ് തിയറി എന്ന് പറയുന്നത്. ബിലീവ് ചെയ്തത് എന്തായിരുന്നു? ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒൺലി എ സിമ്പിൾ ടു ഫെസിലിറ്റേറ്റ് ദ വർക്കിംഗ് ഓഫ് ദ കോർപ്പറേറ്റ് ബോഡീസ്. കോർപ്പറേറ്റ് ബോഡീസിൻ്റെ വർക്കിങ്ങിന് വേണ്ടി ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുള്ളൊരു സിമ്പിളാണെന്നാണ് സിമ്പിളാണ് ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി എന്നാണ് ഈ ഗ്രൂപ്പിലുള്ളവർ വിശ്വസിച്ചിരുന്നത്. ഒൺലി ദ മെമ്പേഴ്സ് ഓഫ് ദി കോർപ്പറേഷൻ ആർ പേഴ്സൺസ് ഇൻ റിയൽ സെൻസ് ഓഫ് ദ ടേം. ഈ ടേമിൻ്റെ റിയൽ സെൻസ് അനുസരിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പേഴ്സൺസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ഒൺലി മെമ്പേഴ്സ് ഓഫ് കോർപ്പറേഷൻ, കോർപ്പറേഷൻ്റെ ആകെയുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്ന. ആൻഡ് ബ്രാക്കറ്റ് ഈസ് പുട്ട് അറൗണ്ട് ദം ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദേ ആർ ടു ബി ട്രീറ്റഡ് ആസ് വൺ സിംഗിൾ യൂണിറ്റ്. അപ്പോൾ ഇവരെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുന്നതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? അവിടെ ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബ്രാക്കറ്റ് തിയറി അല്ലെങ്കിൽ സിംബോളിസ്റ്റിക് തിയറി എന്ന് അറിയപ്പെടുന്നത്. ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു റിയൽ പേഴ്സൺ ആയിരിക്കത്തില്ല. അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലീഗൽ സിമ്പൽ മാത്രമായിരിക്കും കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തുള്ള റിയൽ പീപ്പിൾസ് എന്ന് പറയുന്നത് ആരായിരിക്കും? ഈ കമ്പനിയുടെ ഓണേഴ്സും മാനേജേഴ്സും ഷെയർ ഹോൾഡേഴ്സും ആയിരിക്കും. ലോയ്ക്ക് ഇത് ജസ്റ്റ് എന്താണ്? ഈ കമ്പനി നെയിം ജസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ആസ് എ ലേബൽ ടു റെഫർ ടു ദ പീപ്പിൾ റണ്ണിങ് ഇറ്റ്. അത് നടത്തിക്കൊണ്ട് പോകുന്ന പീപ്പിൾസിൻ്റെ ലേബൽ പോലെ അത് റെഫർ ചെയ്യാൻ വേണ്ടി മാത്രമേ കഴിയത്തുള്ളൂ. ഇതിൻ്റെ റിയൽ പേഴ്സൺസ് ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഈ കമ്പനിയിലുള്ള റിയൽ പേഴ്സൺസ് ആരാണെന്ന് കോടതിയൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? കോടതിക്ക് ഈ കോർപ്പറേറ്റ് വെയിൽ പൊക്കി അത് നീക്കിയിട്ട് നോക്കാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അകത്തുള്ള റിയൽ പീപ്പിൾ ആരാണ് അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന റിയൽ പേഴ്സൺസ് ആരാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ബ്രാക്കറ്റിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണ് ബ്രാക്കറ്റ് തിയറി എന്ന് വിളിക്കുന്നത്. അടുത്തത് പർപ്പസ് തിയറിയാണ്. പർപ്പസ് തിയറിയിൽ എന്താണ് പറയുന്നത്? ഒരു ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള കമ്പനി, ട്രസ്റ്റ്, ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെയുള്ളത് എന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ് ഫോർ ഇറ്റ് സെൽഫ് ഓർ ഫോർ പീപ്പിൾ. എന്താണ് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പീപ്പിളിന് വേണ്ടിയോ അല്ല, പിന്നെ എന്തിനു വേണ്ടിയാണ്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഈ തിയറി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ ഹൗ സം നോൺ ഹ്യൂമൻ എൻറ്റിറ്റീസ് ആയിട്ടുള്ള ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രസ്റ്റുകൾ, ഇവരെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഒരു ലീഗൽ പേഴ്സൺ എന്നുള്ളൊരു നിലയിൽ ലോ വഴി എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ലീഗൽ പേഴ്സണെ ക്രിയേറ്റ് ചെയ്യുന്നത്
എന്തിനു വേണ്ടിയാണ്? only ഫോർ അച്ചീവിങ് എ സ്പെസിഫിക് ലീഗൽ പർപ്പസ്. ഒരു സ്പെസിഫിക് ലീഗൽ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഒരു ലീഗൽ പേഴ്സണെ നമ്മൾ നിർമ്മിക്കുന്നത് തന്നെ. ഫോർ എക്സാമ്പിൾ ഈ പ്രസിഡൻ്റ് ആയിക്കോട്ടെ, അതൊക്കെ എന്താണ്? ലീഗൽ പേഴ്സൺസ് ആണ്. ഈ സ്പെസിഫിക് ലീഗൽ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലീഗൽ പേഴ്സൺസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കമ്പനി, കോർപ്പറേഷൻ പോലെയുള്ളവയാണെങ്കിലോ അവിടെ ഒരു ആക്ച്വൽ ഹ്യൂമൻ ഇതിൻ്റെ പുറകിലില്ലെങ്കിൽ പോലും എന്താണ്, അതിനെ ഒരു ലീഗൽ പേഴ്സൺ ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്. ഇനി ഈ തിയറി പ്രകാരം ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണ്. കാരണം ഇറ്റ് സെർവ്സ് എ ലീഗൽ പർപ്പസ്. അവരെന്താണ് സെർവ് ചെയ്യുന്നത്? ഒരു ലീഗൽ പർപ്പസാണ് സെർവ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ ഓൺ ചെയ്തതുകൊണ്ടല്ല ട്രസ്റ്റിനെ ഒരു ലീഗൽ പേഴ്സണായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ ഒരു ലീഗൽ പർപ്പസിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ട്രസ്റ്റ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഈ പർപ്പസ് തിയറി, അല്ലെങ്കിൽ ഇതാണ് ഈ പർപ്പസ് തിയറിയിൽ പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പർപ്പസ് തിയറി എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ലീഗൽ പേഴ്സൺസിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയാണ്, സ്പെസിഫിക് ലീഗൽ പർപ്പസിന് വേണ്ടിയാണ്. കെൽസൺസ് തിയറി ഓഫ് ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് കമ്പനി ആൻഡ് ദാറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിൻ്റെയും കമ്പനിയുടെയും പേഴ്സണാലിറ്റി തമ്മിൽ എന്തില്ല? നോ ഡിഫറൻസ് ഇല്ല. അതിൻ്റെ അകത്ത് ഡിഫറൻസ് വരുന്നില്ല. ലീഗൽ പേഴ്സണാലിറ്റിയും കമ്പനിയുടെ ലീഗൽ പേഴ്സണാലിറ്റിയും ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റിയും തമ്മിൽ. പേഴ്സണാലിറ്റി ഇൻ ദ ലീഗൽ സെൻസ് ഈസ് ഓൺലി എ ടെക്നിക്കൽ പെർസോണിഫിക്കേഷൻ ഓഫ് എ കോംപ്ലക്സ് ഓഫ് നോംസ് ആൻഡ് അസൈനിങ് കോംപ്ലക്സസ് ഓഫ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇൻ ലീഗൽ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ടെക്നിക്കൽ പെർസോണിഫിക്കേഷനാണ്. അതുപോലെ തന്നെ ഒരു കോംപ്ലക്സ് നോമിൻ്റെ ടെക്നിക്കൽ പെർസോണിഫിക്കേഷനാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ അസൈൻ ചെയ്യുന്നത് എന്താണ്? അസൈനിങ് കോംപ്ലക്സസ് ഓഫ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. കുറേ റൈറ്റ്സും ഡ്യൂട്ടീസും അവിടെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആർക്കൊക്കെ? രണ്ടുപേർക്കും. ഒരു കമ്പനിയുടെ ലീഗൽ പേഴ്സണാലിറ്റി ആണെങ്കിലും ഇൻഡിവിജ്വലിൻ്റെ ലീഗൽ പേഴ്സണാലിറ്റിക്ക് ആണെങ്കിലും കൊടുക്കുന്നു. ഹോഫീൽഡ്സ് തിയറിക്കകത്ത് എന്താണ് പറയുന്നത്? ജൂറിസ്റ്റിക് പേഴ്സൺ എന്ന് പറയുന്നത് ആർബിട്രറി റൂൾസിൻ്റെ ക്രിയേഷനാണ്. പിന്നെ ഹോഫീൽഡ് ഇത് പ്രകാരം ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എന്താണ്? എലോൺ ആർ കേപ്പബിൾ ഓഫ് ഹാവിങ് റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ്. ഹ്യൂമൻ ബീങ്സിന് മാത്രമേ എന്തുള്ളൂ? റൈറ്റ്സും ഡ്യൂട്ടീസും ഉള്ളൂ. ഇത്രയും തിയറികളാണ് ഇതിൻ്റെ അകത്ത് ചോദിക്കുന്നത്. ജസ്റ്റും ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. ഫിക്ഷൻ തിയറി, കൺസെഷൻ തിയറി, ബ്രാക്കറ്റ് തിയറി, അതുപോലെ തന്നെ പർപ്പസ് തിയറി, ഹോഫീൽഡ്സ് തിയറി, കെൽസൺ തിയറി ഓഫ് ലീഗൽ പേഴ്സണാലിറ്റി. ഇത്രയാണ് ഇതിൻ്റെ അകത്ത്, ഈ ടോപ്പിക്കിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ഈ തിയറികൾ ചിലപ്പോൾ എടുത്ത് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇതിൻ്റെ അകത്ത് മെയിൻ നോക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പേഴ്സൺസ് ആരാണെന്ന് മനസ്സിലാക്കുക, ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ലോവർ ആനിമൽസ് അല്ലെങ്കിൽ ബീസ്റ്റ്, ഇതൊക്കെ 4 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന, 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ലീഗൽ സ്റ്റാറ്റസ് ഓഫ് ഡെഡ് പേഴ്സൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ സ്റ്റാറ്റസ് ഓഫ് അൺബോൺ പേഴ്സൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലീഗൽ പേഴ്സൺസും ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റേതും ചോദിക്കാം, ഈ തിയറീസ് ചോദിക്കാം. മേ ബി ലക്കുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 2 മാർക്കിനോ വല്ലമേ ചോദിക്കത്തുള്ളൂ. പക്ഷേ ഈ മറ്റേത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോബ്ലം ഇല്ലാത്തത് കാരണം ജൂറിസ്പ്രുഡൻസിൽ കേരള യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പ്രോബ്ലം ചോദിക്കത്തില്ല. അപ്പോൾ കുറച്ച് ടഫായിരിക്കും. ഇത്രയും സമയം കൊണ്ട് നമ്മൾ 4 മാർക്കിനും 6 മാർക്കിനും എസ്സേ ഒക്കെ എഴുതി തീർക്കണം. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടൈറ്റിലാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്